ബാക്ക് ടു അവർ ചാനൽ ഡീപ് തോട്ട്സ് ദീപിക. ഇന്നത്തെ വീഡിയോ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ അല്ല, ഒരു വ്യത്യസ്തപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ഹാൻഡ് മെയ്ഡ് സോപ്പ്, നമ്മൾ നമ്മുടെ വീട്ടിലൊരു സോപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ സോപ്പ് ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഉണ്ടാക്കാൻ ഇത്രയ്ക്ക് എളുപ്പമായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉള്ള സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണാം. വേഗം വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആര്യവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തുളസി ഇലയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെ തുളസിയുടെ ഇലയാണ് ഇത്. വളരെ ചെറിയ ഇലകളാണ് നമ്മുടെ വീട്ടിലെ തുളസിക്കുള്ളത്. അപ്പോൾ ആദ്യം ഞാനിത് രണ്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, എളുപ്പം അരഞ്ഞു കിട്ടാൻ വേണ്ടി. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആൻറ്റി ബാക്ടീരിയൽ ഹെർബൽ സോപ്പാണ്. അപ്പോൾ അരച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിൽ നമ്മൾ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, കറ്റാർവാഴയുടെ ജെല്ലാണത്. അപ്പോൾ ഒറിജിനൽ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഒറിജിനൽ കറ്റാർവാഴയുടെ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കറ്റാർവാഴയുടെ ജെല്ല്. ഇതിപ്പോൾ ഞാൻ മാമാഅർത്തിൻ്റെ ജെല്ലാണ് എടുത്തിരിക്കുന്നത്. ഒരു സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു ബേസ് സോപ്പ് വേണം. അപ്പോൾ സാധാരണ ബേസ് സോപ്പായിട്ട് ഗ്ലിസറിൻ സോപ്പാണ് എടുക്കുക. കാരണം ഗ്ലിസറിൻ സോപ്പ് മൈൽഡ് സോപ്പാണ്. നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യും. ഈവൻ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റിയൊരു സോപ്പാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെഡിമിക്സിൻ്റെ ഗ്ലിസറിൻ സോപ്പാണ്. നിങ്ങൾക്ക് ഏത് ഗ്ലിസറിൻ സോപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും പ്ലെയിൻ ഗ്ലിസറിൻ സോപ്പ്, കളറൊന്നും ഇല്ലാത്ത, സ്മെല്ലൊന്നും ഇല്ലാത്തത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സോപ്പ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡബിൾ ബോയിലർ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ അടിയിലൊരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തിട്ട് ചൂടാക്കുക. അതിന് മേലെ നമ്മളൊരു പാത്രം വെച്ചിട്ടാണ് ഇതുപോലെ ഉരുക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉരുകി വരും കേട്ടോ. കാരണം ഗ്ലിസറിൻ സോപ്പാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഉരുകിയതിന് ശേഷമേ നമ്മൾ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉരുകി വന്നു. അപ്പോൾ ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വേപ്പിലയുടെയും അതുപോലെ തുളസിയുടെയും ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കറ്റാർവാഴ ജെല്ലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചേർന്ന് വരണം കേട്ടോ. ഇനി ഇതിൽ എന്തെങ്കിലും സ്മെല്ലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എസൻഷ്യൽ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മിക്സായി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമുക്ക് ബേണറൊക്കെ ഓഫ് ചെയ്യാം. പിന്നെ ഈ ഒരു മിശ്രിതം ചൂടാറാൻ വേണ്ടി വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് സോപ്പ് ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ടേക്ക് മാറ്റാം. സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പല ഡിസൈനുള്ള സോപ്പ് മോൾസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലുള്ള ബൗളുകളിലാണ് ഇപ്പോൾ ലിക്വിഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ എണ്ണ ഉപയോഗിച്ചിട്ടൊന്ന് ഗ്രീസി ആക്കണം. ഒന്ന് എണ്ണ തടവി കൊടുക്കുക നമ്മൾ ആ ബൗളിൽ. അപ്പോഴേ എളുപ്പം സോപ്പ് അടർത്തി മാറ്റാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ലിക്വിഡ് ഇതുപോലെ എല്ലാ പാത്രത്തിലും നിങ്ങൾ നിറച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് 2 ബൗളുകൾ മതിയാവുന്നതാണ്, പക്ഷേ 3 ബൗളുകൾ വേണ്ടി വന്നു. എന്നിട്ട് നമുക്ക് പുറത്ത് വയ്ക്കാം, സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് വയ്ക്കാം. പുറത്ത് വയ്ക്കുമ്പോഴെനിക്ക് തോന്നുന്നു എന്താ പറയുക, 1 മണിക്കൂറിലധികം വേണ്ടി വരും സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ തന്നെ എടുക്കുന്നുണ്ട് സെറ്റായിട്ട് വരാൻ വേണ്ടി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ സോപ്പൊക്കെ അടർത്തി മാറ്റി എടുത്തു. അപ്പോൾ ഒരു സോപ്പ് എന്താ പറയുക, അതിഭീകരമായി ഞാൻ എടുക്കാൻ ശ്രമിച്ചുകൊണ്ട് സൈഡ് പൊട്ടിപ്പോയി. അപ്പോൾ പ്ലാസ്റ്റിക് പോലെയുള്ള പാത്രങ്ങളാണ് കുറച്ചുകൂടെ എളുപ്പം കേട്ടോ. അതിലാകുമ്പോൾ നമുക്ക് എളുപ്പം കിട്ടുന്നുണ്ട്. മറ്റേ ആ ബൗള്, ഫൈബർ ടൈപ്പ് ബൗളിൽ നിന്ന് എടുക്കാൻ നല്ല വിഷമമായിരുന്നു. ആര്യവേപ്പിലയും തുളസി ഇലയൊക്കെ ഉപയോഗിച്ചതുകൊണ്ട് മുഖക്കുരു ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ ഇത് നല്ലതാണ് കേട്ടോ. അതുപോലെ ചൊറിച്ചൽ, എന്തെങ്കിലും എന്താ പറയുക, ഇച്ചിനെസ് ഒക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പം ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം വർക്കാവുന്നുണ്ട്, പതയുന്നുണ്ട് സോപ്പ് നല്ലോണം. അപ്പോൾ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് എഫക്റ്റ് കൂടെ തരുന്ന ഒരു സോപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.